Hi, so we come to the last set of reactions under pericyclic reaction. That is the sigmatropic rearrangement, sigmatropic reactions. ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, ജനറലി നമ്മുടെ പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വി ടോക്ക് അബൌട്ട് പൈ സിസ്റ്റംസ്. ഓക്കെ, പക്ഷെ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഒരു പൈ സിസ്റ്റത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ബിക്കോസ് ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് ഓൾസോ ദി സിഗ്മ. ഓക്കെ, ഒരു നമ്മളൊരു കാണുമ്പോൾ ഒരു സിഗ്മ ബോണ്ട് മൂവ്മെൻറ്റ് ആയതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത്. ദാറ്റ് ഈസ് സിഗ്മ. That is why we are talking about tropic means movement. So we talk about the movement of the sigma bond. അവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തണേ ഉള്ളൂ. ഒരു രീതിയിലും ആ മോളിക്യൂളിൽ പുതിയ ബോണ്ട്സും ഉണ്ടാവില്ല, ബ്രേക്കും ആവില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കാഴ്ചയിൽ നോക്കുമ്പോൾ ദർ ഇസ് നോ ആക്ച്വൽ നമ്പർ ഓഫ് ബോണ്ട്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ, ഇപ്പം സൈക്ലോ എഡീഷൻ ആയാലും ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിൽ you've seen fewer number of pi electrons, അങ്ങനെയൊക്കെ നമ്പർ മാറ്റം വന്നില്ലേ. ഇവിടെ അതൊന്നുമില്ല, എണ്ണത്തിന് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സോ ഹൗ ഡു യു ഡിഫൈൻ ദിസ് sigmatropic rearrangement? It's generally said that it is the molecular rearrangement, അതായത് ഒരു മോളിക്യൂളിൽ ഉണ്ടാവുന്ന rearrangement. So let me just write that out. So it is a molecular rearrangement in which a sigma bonded atom or group, okay, which is generally other upro iprom. Okay, there is one or more pi electron systems illa. That is what we mean by flanked by. അതായത് ഫ്ലാങ്ക്ഡ് ചാപ്പ് ഒരു ബോണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്ലാങ്ക്ഡ് ബൈ വൺ ഓർ മോർ പൈ ഇലക്ട്രോൺ സിസ്റ്റംസ് ഷിഫ്റ്റ്സ്, അതാണ് ട്രോപ്പിക്. ഓക്കെ, ഷിഫ്റ്റ്സ് to a new location. Okay, and ഇത് വരുമ്പോൾ there is also, because of this shifting, there is a reorganization of pi bonds. ഇതിനെയാണ് നമ്മൾ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ സിഗ്മാട്രോപിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനേഷനിൽ പറയണത് വി ക്യാൻ ഓൾസോ സേ ദാറ്റ് ഇറ്റ് ഈസ് ദി കൺസേർട്ടഡ് റിയാക്ഷൻ ആണല്ലോ ഇത്. കൺസേർട്ടഡ് പ്ലീസ് റിമെമ്പർ ടു റൈറ്റ് concerted reorganization of electrons during which a group attached to a sigma bond migrates to the terminus, അതായത് ഒരു എൻഡ്, ടെർമിനസ് ഒരു അറ്റം ഓഫ് ആൻ adjacent pi electron system. അപ്പോൾ സിഗ്മ ബോണ്ട് മൂവ് ചെയ്യണു എന്നാണ് ഇവിടെ നമ്മൾ പറയണത്. ഓക്കെ, നൗ അനദർ തിങ് ഇസ്, റിമെമ്പർ ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് നമ്മൾ ഈ റിയാക്ഷൻ കഴിയുമ്പോൾ തുടക്കത്തിലും അവസാനത്തിലും എപ്പോഴും വിൽ ബി അൺചേഞ്ച്ഡ്. സോ വി ഹാവ് ടു സേ ദാറ്റ് ദി number of sigma and pi bonds unchanged. ഇതൊക്കെ ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് ആണ്. Now let me go into the nomenclature. അതായത് ഇത് എങ്ങനെയാണ് ഇതിൽ വരെ നമ്മളിപ്പോൾ 4+2 4n+2 ഇങ്ങനെയൊക്കെയാണല്ലോ 4+2 എന്ന് പറയുന്നത് നമ്മുടെ സൈക്ലോ എഡീഷനും ഇലക്ട്രോസൈക്ലിക്കിന് 4n+2 4n സിസ്റ്റം അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞ്. ഇവിടെ വി ജനറലി ഇറ്റ് ഈസ് എ 2 number സിസ്റ്റം. ഓക്കെ, 2 നമ്പർ ബ്രാക്കറ്റിൽ ജനറലി I
ജെ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു നോമൻക്ലേച്ചറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നൗ ഇവിടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ എടുത്തുകൊണ്ടാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടേക്ക് എ സിസ്റ്റം ലൈക്ക് ദിസ്. ഓക്കെ, I have C double bond C. Okay, here. So this is a conjugated system. Okay, and I have this here. Okay, now what you will see, this is, now you will see this X nu paranja ee group kado there is sigma bond level and it is going to come here. Okay, consequently you will see this bond, e double bond ingode oru shift. Now when I'm going to number these, you will see that this is 1 2 3 4 5 6 7 and you will get the product, that is C double bond C, single bond C, single bond C, double bond C, single bond C, double bond C. Let me just number it. 1 2 3 4 5 6 7, correct I. And now how is it? You will see that here is my X. Okay, so ഇതിനെയാണ് typical നമ്മൾ പറയുന്നത് 1,3 shift. I'll come to the exact way you are giving this 1 and 3. Okay, let me look into some shifts first. Another one that we see is C double bond C double bond C, single bond C, double bond C. I'm just going to write that again. So I have a movement like this. Okay, but I'm just going to, let me just show you. 1 2 3 4 5 6 7 1 2 3 4 5 6 7. അപ്പോൾ ഇവിടെ എൻ്റെ തുടക്കം ഇവിടെയാണ് എൻ്റെ എക്സ് ഇരിക്കുന്നത് and in this case I am seeing that it is moving here. And what are you seeing? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു generally ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. That is forming this is forming this. So you want to know what kind of a shift is happening here. What is you can think of such questions like that. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ you can see that okay, X has moved to the 5th position അല്ലേ. ആ 5th പൊസിഷനിൽ വന്നപ്പോൾ you can see that this bond moved here, this bond moved here and this went completely up to here, right? Yeah. Another example, and this is what we typically call the 1-5 shift. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു നോമൻക്ലേച്ചറിൻ്റെ ഒരു ചെറിയ ഐഡിയ കിട്ടുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. Let me show you one more shift, or rather 2 more shift. I will show you 2 more types of shifts and then we can discuss on to the nomenclature. Fine. Here I have to think about one. Let me number the carbons. It's easier when I number it. 1 2 3 4 5 6 7 1. Yeah, this is correct. And numbering it 1 2 3 4 5 6 7 1 2 3 4 5 6 7. My X group moving from here to here. So you can see, noku 1 2 pi system movement illa, and this is attached here to the 7th. Okay, and that's how you get this. And this is, as you can expect, this is called the 1-7 shift. Okay, let me now explain the nomenclature here.
Now, in general, നമ്മൾ ഈ സിഗ്മ ട്രോപ്പിക് ഇതിൽ നമ്മൾ ആ ഒരു ഷിഫ്റ്റിൻ്റെ ആ നമ്പറിങ് കൊടുക്കുന്നതിന് വൺ തിങ് യു ഹാവ് ടു റിമെമ്പർ ഇസ് ഇതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾ ആ എടുക്കുന്ന ആ ഒരു റിയാക്റ്റൻറ്റ്, there is two parts to it. Let me call that the substrate. Okay, that has two parts. The one part is alkynyl chain part and the other is the migrating group. Okay, ഈ ഐ എന്ന് പറയുന്ന ഈ ഐ ജെയിൽ ഐ എന്ന് പറയുന്ന ഈ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ജെ എന്ന് പറയുന്നത് ആൽക്കിനൈൽ ഗ്രൂപ്പിൻ്റെ. ആൽക്കിനൈൽ എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മീഥൈൽ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മുടെ മീഥേൻ CH4 ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ യു ഗോട്ട് മീഥൈൽ. അതേപോലെ ഒരു ആൽക്കീൻ ചെയിനിന്ന് ഒരു ഹൈഡ്രജൻ പോകുമ്പോഴാണ് എനിക്ക് ആൽക്കിനൈൽ കിട്ടണം, വിച്ച് മീൻസ് ദർ ഇസ് എ ഡബിൾ ബോണ്ട് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇൻ ദാറ്റ് റാഡിക്കൽ. അത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ഹൗ യു ആർ കോളിംഗ് ദിസ് ആൽക്കിനൈൽ ചെയിൻ. ഈ ആൽക്കിനൈൽ ചെയിനിന് ഒരു നമ്പറിംഗ് ഉണ്ട്. ഓക്കെ, സോ ഈ നമ്പറിംഗ് കൊടുക്കുന്നത് വി സ്റ്റാർട്ട് വിത്ത് ദി അല്ലീലിക് കാർബൺ. allylic carbon start ചെയ്തിട്ട് we will do the numbering and the migrating group ഒരു നമ്പറിങ് നമ്മൾ ചെയ്യും. ആൻഡ് അവിടെ ഇൻ മൈ IJ nomenclature ഈ ഐൻ്റെ കാര്യം ഇസ് ബേസിക്കലി ഗിവൺ ഫ്രം ദ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് ദിസ് ഇസ് ഫ്രം ദി യുവർ alkynyl carbon. ഓക്കെ, ഇത്രയും ഓർത്തോളൂ. നൗ ലെറ്റ് മീ ലുക്ക് ഹിയർ ദ ഫസ്റ്റ് കേസ്. ഈ ഫസ്റ്റ് കേസിൽ എൻ്റെ ആൽക്കിനൈൽ ചെയിൻ അല്ലേ നമുക്ക് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മൈഗ്രേറ്റ് ചെയ്യണം, അതായത് എന്താ പറയുക, ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് മൂവ് ചെയ്യണ ഒരാളാണ് മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ്. ഇവിടെ migrating group is this X is my migrating group and this part is my AC. Okay, that is alkynyl carbon. ഈ alkynyl carbonന്റെ allylic carbon എന്നാണ് നമുക്കിത് നമ്പറിങ് തുടങ്ങേണ്ടത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തേക്കണ്ടോ. 1 2 3 4 5 ഇവിടെ നിന്നല്ലേ ഞാൻ തുടങ്ങിയത്. സോ 1. ഓക്കെ, ആൻഡ് you can see that the migrating group is on the first, right? So അവിടെ ആ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് നമ്പറിങ് കൊടുക്കണം ഫ്രം വെയർ ഇറ്റ് ഇസ് അറ്റാച്ച്ഡ്. സോ 1 ഇവിടെയാണ്. സോ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് I1 എന്നാണ് ഇവിടേക്ക് അറ്റാച്ച് ചെയ്ത്. ആൻഡ് നമ്മുടെ AC-യുടെ 3ാമത്തെ പൊസിഷനിലേക്കാണ് പോയത്. സോ ദാറ്റ് ഈസ് വൈ ദ J is taking the value 3. But attachment was of the Mg is from the 1 itself. ഫസ്റ്റ് പോയിന്റിന് തന്നെയാണ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് വൈ വി സേ 1 3 ഷിഫ്റ്റ്. ഈ കേസിൽ നോക്കൂ, AC-യുടെ 5ാമത്തെ കാർബണിലേക്കാണ് ഈ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് പോയത്. സോ J വിൽ ടേക്ക് ദ വാല്യൂ 5. ആൻഡ് ഈ നമ്മുടെ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് എന്താ പറയുക, ഫസ്റ്റ് പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് 5ാമത്തേൽ അറ്റാച്ച് ചെയ്യണത് ആൻഡ് ദാറ്റ് ഇസ് വൈ വി സേ ഇറ്റ് ഇസ് 1 5 shift. Similarly for the case of 1 7. Okay, now let me show you another case. Okay, ഇവിടെ let me take another case. അപ്പോഴാണ് you will understand this I-ൻ്റെ importance അവിടെ. Okay, so I have a case like this. നമ്മളിപ്പോൾ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് ഒരു എക്സ് ആയിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് അവിടെ നമുക്ക് അങ്ങനെ നോക്കണത്. ഓക്കെ, now take this case and you are getting something like this. Okay, so this is my movement. So ഇവിടെ എന്താ സംഭവിച്ചേ, നമുക്കപ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ ആ പൈ സിസ്റ്റമാണ് നോക്കണത്. നോക്കൂ, അപ്പോൾ സിഗ്മ ഇവിടുത്തെ ഉള്ള ഈ ബോണ്ട് ഇവിടേക്കാണ് മാറിയത് അല്ലേ. സി ഫ്രം ഹിയർ ഇറ്റ് മൂവ് ടു ദിസ് പൊസിഷൻ, റൈറ്റ്? സോ അവിടെ പോകുമ്പോൾ വെൻ ഇറ്റ് ഇസ്, സോ വാട്ട് ആർ യു ഗെറ്റിംഗ്, യു ആർ സീയിങ് എ മൂവ്മെൻറ്റ് ലൈക്ക് ദിസ്, റൈറ്റ്?
സോ ജനറലി നമ്മളിത് നോക്കണത്, ഹൗ ഡു യു റൈറ്റ് ദിസ് ഇസ് വി ആർ ഗോയിങ് ടു നൗ തിങ്ക് ഓഫ് ഇറ്റ് ആസ് ഒരു എന്താ പറയുക, ഒരു സൈക്ലിക് മൂവ്മെൻ്റ് ആണ് നമ്മൾ ചിന്തിക്കുക. ദറ്റ് ഇസ് ഹൗ വി മൂവ്, റൈറ്റ്, മൂവ്മെൻറ്റ് ഓഫ് ദിസ്. സോ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഈ സിഗ്മ ബോണ്ട് ഇവിടേക്ക് മൂവ് ചെയ്തിട്ട് വി കൺസിഡർ ദാറ്റ് ദിസ് കംസ് ബിറ്റ്വീൻ ഹിയർ. ദിസ് ഇസ് ഹൗ ദി എക്സാക്ട് മൂവ്മെൻറ്റ് നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ മൂവ്മെൻറ്റിൽ ഹിയർ ഇസ് വാട്ട്. സോ ലെറ്റ് മീ ടേക്ക് ദാറ്റ് this is my, now let me divide it into this AC and MG. ഇത് നമ്മുടെ AC ആയിട്ട് ഞാൻ കരുതുന്നു, ഇത് എൻ്റെ MG ആയിട്ട് ഞാൻ കരുതുന്നു. ഓക്കെ, സോ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് ഞാൻ ഇനി നമ്പർ ചെയ്യണ്ടേ? നോക്കൂ, 1 2 3 4 5. ഇവിടെയും 1 2 3 4 5. ഇനി ഞാൻ ഇവിടെ നമ്പർ ചെയ്യാം, 1 2 3 4 5. മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് 1 2 3 4 5. ആൽക്കിനൈൽ ഗ്രൂപ്പ്. സോ അങ്ങനെ നോക്കുമ്പോൾ ആൽക്കിനൈൽ കാർബൺ, സോ ഇത് നോക്കൂ വന്നപ്പോൾ ആൽക്കിനൈൽ കാർബണിൻ്റെ, അതായത് ജെ വിൽ കറസ്പോണ്ട് ടു മൈ AC അല്ലേ? അപ്പോൾ അവിടെ 3 സോ 3. നൗ ഹിയർ ലുക്ക്, MGയുടെ 3ാമത്തെ പൊസിഷനിലേക്കാണ് അറ്റാച്ച്മെൻറ്റ്. സോ ഇറ്റ്സ് എ 3-3 അറ്റാച്ച്മെൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് വൈ വി കോൾ ദിസ് എ 3-3 ഷിഫ്റ്റ്. ഓക്കെ, ഈ 3-3 ഷിഫ്റ്റിൻ്റെ ആണ് നമുക്ക് വളരെ കാര്യമായിട്ട് പഠിക്കാനുള്ളത്, വിച്ച് ഇസ് ആർ ക്ലേസൻസ് റീഅറേഞ്ച്മെൻറ്റ്. ക്ലേസൺ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഒരു 3-3 ഷിഫ്റ്റും കൂടിയും വേണമെങ്കിൽ ഐ കൻ ഷോ യു ആൻ എക്സാമ്പിൾ ഓഫ് അനദർ 3-3 ഷിഫ്റ്റ് വിച്ച് ഇസ് ഓക്കെ, ഇങ്ങനെ ദാ ഓൺ ഹീറ്റിംഗ് യു വിൽ സീ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദിസ്. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. This moves here, this moves here, and this moves here. This is how the electron movement we call. And ivade, when I am going to think of the numbering, so see, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ let me consider this as the AC and this as the MG. Okay, this is my AC and this is my MG. So ഇനി ഞാൻ നമുക്ക് നമ്പർ ഒന്ന് കൊടുത്താലോ? So I will get 1 2 3. ഇവിടെ അല്ലേ അറ്റാച്ച്മെൻറ്റ്? ഹിയർ 1 2 3. അതന്നെ അതേ പാറ്റേണിൽ 1 2 3 എന്ന് ഇവിടെ എഴുതി നോക്കൂ. ആൻഡ് യു വിൽ സി മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ 3യും ACയുടെ 3. സോ ദിസ് ഇസ് അഗെയിൻ എ 3-3 ഷിഫ്റ്റ്. ഐ ഹോപ്പ് യു ആർ ഓൾ okay with the nomenclature. Just look how it is moving. Okay, now let me go to the important topic here, which is my Claison's rearrangement. ഇതിൻ്റെ മെക്കാനിസം ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു കാര്യമാണ്. ഒരു ക്ലേസൻസ് റീഅറേഞ്ച്മെൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മൈ 3-3 സിഗ്മ ട്രോപ്പിക് റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇവിടെ എങ്ങനെയാച്ചാൽ ഒരു O, അതായത് ഓക്സിജൻ അറ്റാച്ച്ഡ് എല്ലൈൽ ഫീനൈൽ ഈത്തർ. ഓക്കെ, അതായത് ഒരു ഈത്തർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ROR. ഓക്കെ, അതിൽ ഓയിൽ ദർ ഇസ് ആൻ എല്ലൈൽ ഗ്രൂപ്പ്. Okay, it is undergoing rearrangement to form an orthoallyl phenol. This is a typical example through a cyclic transition state. So let me see the reaction. So if I am going to draw, I have a phenyl group. So there is my phenyl group here. Okay, then I have a ether. Okay, adana see O lekilla attachment ayondana we are calling this is a allyl group, right? And finally what am I going to get? I am getting an orthoallyl phenol ana I have given here. Okay, we'll go to phenol finally. So ഓർത്തോ പൊസിഷൻ, സി ഈ O എന്ന് പറയുന്ന കുഞ്ഞി O ആണ്, മറ്റേത് ക്യാപിറ്റൽ O ആണ്.
which to show that ഓയിലേക്ക് മറ്റേ ആദ്യത്തിൽ O അറ്റാച്ച്മെൻറ്റിന് ഓയിലേക്ക് ദറ്റ് ഇസ് ഓക്സിജനിൽ allyl ഗ്രൂപ്പ് അറ്റാച്ച്മെൻ്റ് ആണ്. മറ്റേ ഈ കുഞ്ഞി O പറയുന്നത് ഓർത്തോ പൊസിഷൻ. നിങ്ങളുടെ ആരോമാറ്റിക് സിസ്റ്റത്തിൽ യു ഹാവ് ഓർത്തോ പാരാ മെറ്റ ആ പൊസിഷനാണ്. സോ ദിസ് ഇസ് മൈ ഫൈനൽ product. So you can draw it better. Yes, so this is my final product. That is, see, this is the ortho position. That is why this is called the ortho. Okay, this is my ortho, just for an yeah. So how do we go about this reaction? Okay, ഇവിടെ this is actually a 3,3 sigmatropic rearrangement. Now നമുക്ക് ആ ഒരു ഇതിൽ നോക്കുമ്പോൾ തന്നെ you have to look into how it should happen. Okay, so okay, ചെറിയൊരു I need to do a little bit of a change. That is, it is easier if I can just draw this a little bit better. Okay, let me just for the ease of drawing with the bonds. Okay, doesn't matter, ennalum it's better, you know, for you to understand and also for me to explain, right? Everything goes there. Let me put the bonds here. നാളെ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാണിക്കാൻ പറ്റുള്ളൂ. Okay, I am showing you the CH2 CH and I have CH2. Okay, so when I think of how the bonds is going to move, okay, my let me look at the product nammada, let me draw it here. Okay, kept it in the same direction. And like I showed you there, this is my product. Okay, this is my ortho allyl phenol. ഇത് നമ്മുടെ ഓക്സിജനിലേക്കുള്ള കണക്ഷനുള്ള allyl phenyl group, and it is ether. Okay, or you can also call this as allyl phenyl ether. അത്ര പ്രശ്നമൊന്നുമില്ല. Okay, now in this case, how is the movement? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ when I look into it, let me think of movement of the sea. ഇവിടേക്ക് ഒരു ബോണ്ട് മൂവ് ചെയ്തു, and then you see that there is a movement here, right? And because of that there is a movement here. So this is how the mechanism is going about. So what is my cyclic transition state? Let me draw that. So I will have this group attached here. So ഇവിടെ നോക്കൂ, ഇവിടെയും ആ ബോണ്ട് നീങ്ങിയിട്ടില്ല. And let me draw the bonds that are existing. Okay, ഇപ്പോൾ ഈ ബോണ്ട് ഇല്ലാതെയായി അല്ലേ അവിടെ നമുക്ക്. And so I have a ngane and I have a like this. So I am going to just let me number it. So in the migrating group, definitely you would have understood that it will be this bond. ഈ sigma bond അല്ലേ ഇവിടെ മൂവ് ചെയ്യണം മറ്റേതല്ലേ നോക്കുമ്പോൾ. So see, always you must look which is the sigma bond that is moving. So you can see that this is this one here, the one here. Okay, this part ഓം CH2 തമ്മിലുള്ളതാണ്. So migrating group is my OCH2 CH2. So I'm going to number that as 1, not O, sorry, it is my CH2 CH2, that is my AC. You can think of it as like that. This is my AC. Okay, so I'm going to number that there. So 1 2 3 ഇതാണ് എൻ്റെ AC. Okay, ഇതാണ് AC. Now this
O phenyl, മറ്റേ ഫീനൈൽ വിത്ത് ദി ഓക്സിജൻ ഇസ് മൈ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ അവിടെയും നമുക്ക് നമ്പർ ചെയ്യണ്ടേ. അപ്പോൾ ആ സിഗ്മ ബോണ്ടിൻ്റെ 1 2 and 3 ഇങ്ങനെ ഞാൻ നമ്പർ ചെയ്തു. ഓക്കെ, സോ ഈ പുതിയ പൊസിഷനിലും നോക്കിക്കോളൂ 1 2 and 3 and here it is 1 2 and 3. And how you are going to see is that ഇവിടെ there is a bond coming here. Okay, you can think of a transition state where these bonds are partially broken and new bonds are partially being formed. So this is how my cyclic transition state will look like. And what will I get here? From here you will get, okay, you will get, so the perfect movement il namukku ivide ingane and I will get a double bond here. Okay, and I will have this like this ingane varia. So basically I get an ortho allyl ketone. Ortho position le allyl group ulla ketone aanu enikku kittanathu. And what you will see is this is what is happening here is a tautomerization. അതായത് ആ ഒരു കുറച്ചുകൂടി ആ ആരോമാറ്റിക് സ്ട്രക്ചറിലേക്കാണ് കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നത്. ആൻഡ് ഇറ്റ് വിൽ ടോട്ടോമറൈസ് ആൻഡ് വിത്ത് മോർ ടു ദിസ് ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ദിസ് കോൾഡ് കീറ്റോ ഈനോൾ എന്ന് പറയുന്ന ഒരു ടോട്ടോമറൈസേഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈനോൾ, ഈ ഒരു ഡബിൾ ബോണ്ടും ഒരു ആൽക്കഹോളും കൂടി വരുന്നതാണ് ഈനോൾ. ആൻഡ് ദിസ് ഇസ് കീറ്റോ, അതായത് ഡബിൾ ബോണ്ട് ഓ ആണ്, കീറ്റോണിൻ്റെ ആണ്. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഓ പോയിട്ട് ഒരു ഡബിൾ ബോണ്ടും ഒരു ഒ എച്ചും കൂടി ഉണ്ടാവുന്നതിനെയാണ് കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ. അങ്ങോട്ട് ഇവിടെ മാറുന്നതാണ്. ആൻഡ് വാട്ട് യു വിൽ സീ ഹിയർ is here there is a hydrogen here, just drawing it like this, and this hydrogen, okay, it's not exactly towards you, ഞാൻ just ഒന്ന് അത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചതാ. This will come to bring back the aromatic system, and here it will move here and thus H will migrate there. അങ്ങനെ എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. Okay, so this is how my Clason's rearrangement takes place. And here you can see നോക്കിക്കോളൂ, നമ്മുടെ ആ എ സിയും എം ജി സിറ്റുവേഷനിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗം 1 2 3 നോക്കൂ, ഇറ്റ്സ് യു ആർ ഗെറ്റിംഗ് ദ ബോണ്ട് ഇൻ ദ ഫൈനൽ, ഇറ്റ് ഈസ് ഇൻ ദി 1 2 3 migrating group 1 2 3, so 3 പൊസിഷനിലാണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ 3 shift. Okay, another example I can take is of the example of allyl vinyl ether. Okay, ഞാനിവിടെ കുറച്ച് മുമ്പ് കാണിച്ചത് അത്, or I didn't show exactly allyl vinyl ether, it should be something of the same. Okay, here on heating you will see, okay, to this part, and what exactly is happening here is that, see, this bond moves here, this bond moves here and comes here. So typical the heatilana nadakka, and this is a typical 3 shift, and this is generally gamma delta unsaturated carbonyl ഇവിടെ ഉണ്ടാവണം. Okay, so I think with that you are quite done with sigmatropic rearrangement. With that we are come to the end of this whole chapter also. Thank you.